മാജിക് അക്കാഡമിയിൽ 3 ടേം ഉണ്ട്. ഓരോരുത്തരെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും നോക്കിയിട്ടായിരിക്കും ഓരോ ടേമിലോട്ട് എല്ലാവരും അയക്കുന്നത്. അപ്പോൾ അതിലത്തെ തേർഡ് ടേം എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് ആയിരിക്കുന്ന ടേമിലാണ് മാഷൽ ഉള്ളത്. മാഷലിന്റെ ഫ്രണ്ടും ഉള്ളത്. ഇതിന്റെ മാഷലിനെ കാണിക്കണം. മാഷലിലെ സിൽവർ കോയിൻസ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോട്ടലി പറയുകയാണെങ്കിൽ 5 സിൽവർ കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗോൾഡ് കോയിൻ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ 28 ഗോൾഡ് കോയിൻ വേണോ എന്ന് ഫിന്നിനോട് ചോദിക്കുകയാണ് മാഷൽ. എടാ ഇത് സിമ്പിൾ മാത്സ് ആണ്, എനിക്ക് ഈ സിമ്പിൾ മാത്സ് ഒരു ഫിന്ന് മാഷലിനോട് ചോദിക്കുകയാണ്. സോറി, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ മാത്രമേ അറിയാവുള്ളൂ, അല്ലാതെ കണക്കൊന്നും പറയുന്നത് മാഷ് ഫിന്നിനോട് പറയുകയാണ്. അതും ശരിയാണ്. അയ്യോ, നമ്മൾ ഹോംവർക്ക് ചെയ്തില്ലത് ഫിന്ന് മാഷിലിനോട് പറയുകയാണ്. എടാ പക്ഷെ നമുക്ക് ഹോംവർക്ക് ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഫിന്നും മാഷിലും തന്നെ പേടിച്ച് അഭിനയിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ലാൻസ് വരുന്നത്. ലാൻസ് എന്നിട്ട് പറയുകയാണ് സ്റ്റഡീസ് മുഖ്യമാണ്, കാരണം അതുണ്ടെങ്കിൽ മാത്രമേ ഡിവൈൻ മിഷണറി ആവാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് ലാൻസ് പറയുന്നു. ലാൻസ് അവിടെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷിൽ അവന്റെ അനിയത്തിന്റെ ഫോട്ടോ അവന്റെ അടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ തന്നെ അവൻ ചെവരിപ്പോ ഇടിച്ച് മൂക്കിന്ന് വായിലൊക്കെ രക്തം വരികയാണ്. മാഷല്ലേ നീ ലാൻസിനെ കൊന്നോടാന്ന് ഫിന്ന് ചോദിക്കുകയാണ്. പിന്നെ അടുത്ത ഷോട്ടിൽ ലാൻസ് അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഈ റാഡിഷനെ നിങ്ങൾ മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് മിഷൻ പാസ്സാണ്. അപ്പം അത് ചെയ്യാനുള്ള മാജിക് ഫോം ഞാൻ പറഞ്ഞുതരാന്ന് ലാൻസ് പറയാണ് അവർ രണ്ടുപേരും എന്നും പറഞ്ഞ് ലാൻസ് റാഡിഷിനെ മ്യൂട്ട് ചെയ്യുകയാണ്. അതും കണ്ടുകൊണ്ട് ഫിന്നിന്റെ അടുത്ത് പറയാണ് ഫിൻ നീ അടുത്ത് മ്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ഫിൻ എത്ര ട്രൈ ചെയ്തിട്ടും ആ റാഡിഷ് മ്യൂട്ട് ആവുന്നില്ല. അപ്പൊ മാഷിൽ അവൾ സൈഡിൽ നിന്ന് പറയാണ് ഇതിനൊക്കെ എന്തിനാണ് ആ മാജിക്കിന്റെ യൂസ് എന്ന്. മാഷിൽ മാജിക് വാൻഡ് എടുത്തിട്ട് ആ റാഡിഷിനെ മ്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആ റാഡിഷ് കുറച്ചുകൂടി സ്പീഡിൽ കിടന്ന് അലറാൻ തുടങ്ങിയാണ്. അപ്പൊ ലാൻസ് ഫിന്റെ അടുത്ത് പറയുകയാണ് നിന്റെ മാജിക് വാൻഡ് ഒരു സ്ഥലത്ത് തന്നെ വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പതിയെ ചെയ്യാൻ പറയുകയാണ്. അപ്പൊ അതുപോലെ ചെയ്യുകയാണ്. ഫിന്ന് ലാൻസ് പറഞ്ഞ പോലെ ചെയ്യുകയാണ്. അപ്പൊ റാഡിഷ് അവിടെ ഉറങ്ങുകയാണ്, മ്യൂട്ട് ആവുകയാണ്. അപ്പൊ ഫിന്ന് ലാൻസിനോട് താങ്ക്സ് പറയുകയാണ്. അപ്പൊ ലാൻസ് ഫിന്നിന്റെ അടുത്ത് പറയാണ് വാ നമുക്ക് മാച്ച് നോക്കാം. അവിടെ നോക്കുമ്പോൾ മാച്ചിലാണെങ്കിൽ ആ റാഡിഷ് വലുതാക്കിയിരിക്കുകയാണ്, ഒരു മോൺസ്റ്റർ ടൈപ്പ് ആക്കിയിരിക്കണം ആ ഒരു റാഡിഷിനെ. അപ്പൊ മാഷിൽ ചാടി പോയിട്ട് ആ റാഡിഷ് മുഖത്തൊരു അടി കൊടുക്കുകയാണ്. അപ്പൊ തന്നെ ആ റാഡിഷ് ബോധം കെട്ടി വീഴുകയാണ്. എന്റെ അടുത്താണ് അവിടെ കളിന്ന് മാഷിൽ ആ റാഡിഷിന്റെ അടുത്ത് പറയാം. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന ലാൻസ് പറയുന്നതാണ് ഈ റാഡിഷിനെ നമുക്ക് എങ്ങനെ ഒരു മാക് സൂപ്പാക്കി മാറ്റാൻ പറഞ്ഞിട്ട് ലാൻസ് ആ റാഡിഷിനെ സിമ്പിൾ ആയിട്ട് കുക്ക് ചെയ്തിട്ട് അതിനെ സൂപ്പാക്കി മാറ്റുകയാണ്. ജസ്റ്റ് കുക്കിംഗ് മാത്രമേ ഉള്ളൂ, ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് മാഷിൽ പറയാണ്. അപ്പൊ ഫിന്ന് അവരോട് ചോദിക്കുകയാണ് നിനക്ക് വല്ല മനസ്സിലായോ? ഓടാ എനിക്ക് മനസ്സിലായെന്ന് മാഷിൽ പറയാണ്. അപ്പൊ ഫിന്ന് നെട്ടുകയാണ്. മാഷിൽ അപ്പൊ തന്നെ കുക്ക് ചെയ്യാണ്. പക്ഷെ ഉണ്ടാക്കി വരുമ്പോഴേ മനസ്സിലാവണം അത് ക്രീം പഫ് ആണെന്ന്. എന്തോന്ന് കളിക്കണം, ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് ലാൻസ് അവിടെ നിന്ന് പറയുകയാണ്. ഇനി തൊട്ട് ഞാൻ നിന്നെ നോക്കുമെന്ന് പറയാണ്. ഇപ്രാവശ്യം മാഷിൽ അപ്പുറത്ത് ഇപ്പുറത്ത് അവർ രണ്ടുപേരും നിൽക്കുകയാണ്. എന്നിട്ട് ലാൻസ് മാഷിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യണം. പക്ഷെ മാഷിൽ ലാസ്റ്റ് ഉണ്ടാക്കിയത് ക്രീം പഫ് ആണ്. ലാൻസ് ഇത് കണ്ട് നെട്ടുകയാണ്. ഇത് എങ്ങനെയാടാ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ ചോദിക്കുകയാണ് മാഷലിന്റെ. നിനക്ക് നല്ല ഫൈറ്റിംഗ് സ്കില്ല് മാത്രമേ ഉള്ളൂ, പക്ഷെ നിനക്ക് വേറൊന്നും ആരുണ്ടെന്ന് ലാൻസ് മാഷലിനോട് പറയുകയാണ്. അപ്പൊ മാഷിൽ പറയണോ സത്യം ഒന്ന് പറയുകയാണ്. നെഗറ്റീവായിട്ട് ഒരു നീ എങ്ങനെയാടാ പറയണെന്ന് ചോദിക്കുകയാണ് ലാൻസ് മാഷലിനോട്. എന്നിട്ട് ലാൻസ് പറയുകയാണ് ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഫൈറ്റ് ചെയ്യുമെങ്കിൽ അപ്പോൾ ഞാൻ ജയിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഫൈറ്റ് ചെയ്തപ്പോൾ ഡ്രോയിലാണ് തീർന്നത്. പക്ഷെ ഇനി നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ ജയിക്കും എന്ന് പറയാണ് മാഷലിനോട്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന സ്കൂളിലത്തെ ഹെഡ് മാസ്റ്ററിനെയാണ് കാണിക്കുന്നത്. ഹാഫ് ടേം എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പൊ മറ്റുള്ള പിള്ളേർ ഈ ഒരു പിള്ളേരായിട്ട് മിങ്കിൾ ആവുമെന്ന് ചോദിക്കുകയാണ്. അവിടെ നിന്നും കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന 3 പേര് നടന്നു പോകുമ്പോൾ അതിനിടയിൽ കൂടെ ഒരുത്തം പോയി അലമ്പയാണ്. എന്താടാ എനിക്ക് കണ്ണില്ല ടീമിലത്തെ ഒരുത്തൻ ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവൻ തിരിഞ്ഞിട്ട് ആ 3 പേരെ അടിച്ചിട്ട് പറയാണ് നിങ്ങളൊക്കെ വെറും സൈഡ് ക്യാരക്ടേഴ്സ് ആണ്, ഞാനാണ് മെയിൻ ക്യാരക്ടർ, ഈ യൂണിവേഴ്സ് വരെ എന്റെ കയ്യിൽ കൺട്രോളിലാണെന്ന് പറയാണ് അവൻ. അവിടെ നിന്നും കട്ട് ചെയ്ത് വേറൊരു ടീമിനെ കാണിക്കുകയാണ്. ആ ടീമിന്റെ പേരാണ് ലോങ് ടേമിന്റെ ലീഡർ അവിടെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ആൾക്കാർ ആരെ അടിമയല്ല, നമ്മൾ വേണം എല്ലാവരെയും ഭരിക്കാനെന്ന് ആ ഒരു ലീഡർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ഗോൾഡ് കോയിൻസും നിങ്ങൾ കളക്ട് ചെയ്യണം. ഇതാ നിങ്ങൾക്ക് വേണ്ട സിൽവർ കോയിൻസ്, നമ്മുടെ ആൾക്കാർ മാത്രമായിരിക്കണം ബ്യൂറോ ഓഫ് മാജിക് ഭരിക്കുകയാണെന്ന് ആ ഒരു ലീഡർ പറയുകയാണ്. അതും കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന അവരുടെ സ്കൂൾ ഗ്രൗണ്ടാണ്. ക്യാമ്പിംഗ് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ബ്യൂറോ ഓഫ് മാജിക്കിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എല്ലാം അവിടെ അസംബിൾ ആയി നിൽപ്പുണ്ട്. അപ്പൊ മാഷൽ പറയാണ് നമ്മൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്, വല്ല ക്യാമ്പിങ്ങും ആയിരിക്കും എന്ന് പറയാണ് മാഷൽ. അപ്പോഴാണ് അവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ചുമന്ന മുടിയൻ അവിടെ എത്തുന്നത്. എന്റെ പേര് ഡോട്ട് ബാരറ്റ്, ഞാനാണ് ഈ ലോകത്തിലെ മെയിൻ ക്യാരക്ടർ, നിങ്ങളൊക്കെ വെറും സൈഡ് ക്യാരക്ടേഴ്സ് ആണെന്ന് അവരെ 3 പേരെയും പറഞ്ഞ് കളിയാക്കിയാണ്. മഷ്റൂം ഹെഡ് നിന്നെയാണല്ലേ സ്കൂളിലുള്ള എല്ലാവരും പൊക്കി അടിച്ചോണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് നീ മെയിൻ ക്യാരക്ടർ ഒന്നും അല്ല, ഞാനാണ് മെയിൻ ക്യാരക്ടർ എന്ന് പറയാണ്. അപ്പോഴാണ് അവിടെ ലെമൺ ഓടി വരുന്നത്. ഹേയ് മാഷ് വാ നമുക്ക് ഒരുമിച്ച് ഈ ഫോറസ്റ്റിനകത്ത് കയറാന്ന് പറയാണ്. അത് കണ്ട് അവന്മാരെ നെട്ടിപ്പോവുകയാണ്. അത് കണ്ട ബാരറ്റ് അവന്റെ അടുത്ത് വരെ മിണ്ടാ പെണ്ണുങ്ങളുണ്ട്, പെട്ടെന്ന് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ബാരറ്റ് അവന്റെ മനസ്സിൽ പറയുകയാണ്. അപ്പൊ ബാരറ്റ് മാഷിന്റെ അടുത്ത് പോയിട്ട് അടി ഉണ്ടാക്കിയാണ്. ആണുങ്ങൾക്ക് പറ്റിയ പോലത്തെ പെണ്ണുങ്ങൾ ഈ ലോകത്ത് കുറച്ചേ ഉള്ളൂ, പക്ഷെ എന്നെ പോലത്തെ ആണുങ്ങൾക്ക് കിട്ടൂല, കാരണം നിന്നെ പോലത്തെ തെണ്ടികൾ അവരടിച്ചോണ്ട് പോകുന്നു പറയാം. അതുകൊണ്ടാണ് ഈ ലോകത്ത് എന്നെ പോലത്തെ പാവങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾ സെറ്റ് ആവാത്ത. അതുകൊണ്ടാണ് ഞാൻ ബ്യൂറോ ഓഫ് മാജിക്കിൽ ചേർന്നതെന്ന് അവൻ പറയാണ്. അവ അത്ര വലിച്ചു പറഞ്ഞിട്ട് പോലും അവിടെ അവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴാണ് അവിടെ ആ പ്രൊഫസർ വരുന്നത്. അതിൽ സിൽവർ കോയിൻസ് ഉള്ളതുകൊണ്ട് സിൽവർ കോയിൻസ് നിങ്ങൾ കളക്ട് ചെയ്യാനാണ്, പക്ഷെ വേറെ ടൈപ്പുള്ള കോയിൻസ് ഉള്ള മോൺസ്റ്റേഴ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയാണ് പ്രിൻസിപ്പൾ. പക്ഷെ ആ ഒരു ഓൾ ദ ബെസ്റ്റ് എവരി വൺ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അടുത്തും ആ ഫോറസ്റ്റിനകത്ത് കയറാൻ പറയുകയാണ്. അതിന് മാഷിലും ലാൻസ് അകത്ത് കയറുമ്പോൾ മാഷിന്റെ അടുത്ത് ഒരുത്ത വന്നിട്ട് വെറുതെ അടി ഉണ്ടാക്കി. എന്നിട്ട് മാഷിന്റെ അടുത്ത് മാജിക് യൂസ് ചെയ്യണം അവൻ. നീയേ ഓവർ ഷോർ കണ്ട എന്തായാലും നീ എന്റെ കൈ കൊണ്ട് ചാവൂന്ന് പറയാണ് അവൻ മാഷിലിനോട്. അവിടുത്തെ സാർ അവന് നോക്കുമ്പോൾ അവന് റിപ്ലൈ
കൊടുക്കുന്നത്. ഒന്നുമില്ല സാറിനെ അവനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ, ഇവൻ ഭയങ്കര പവർഫുൾ എന്നല്ലേ എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫോറസ്റ്റിനകത്ത് പോവുകയാണ്. അപ്പൊ ലാൻസ് മാഷലിനോട് പറയാണ്, നീ വിഷമിക്കേണ്ട, അവനുള്ള പണി നമുക്ക് ഇതിന്റെ അകത്ത് വെച്ച് കൊടുക്കാം. അവൻ സെക്കൻഡ് ഇയർ നിൽക്കേണ്ട സ്റ്റുഡന്റ് ആണ്, പക്ഷെ അവൻ ഫസ്റ്റ് ഇയറിലോട്ട് വീണ്ടും ഡീമോട്ട് ചെയ്തതാണ്. അവൻ സ്കൂളിലത്തെ സ്റ്റാഫ്സിനെയും സ്റ്റുഡൻസിനെയൊക്കെ ഒരു കാര്യമില്ല ഉപദ്രവിക്കും, പക്ഷെ അവന്റെ മാജിക് അവന് കൂടുതലായതുകൊണ്ട് മാത്രമാണ് അവനെ ബ്യൂറോ ഓഫ് മാജിക് എന്ന് പറഞ്ഞു വിടാത്തതെന്ന് അവൻ പറയാം. എന്നും പറഞ്ഞ് ലാൻസ് മാഷിലെ നോക്കുമ്പോഴാണ് ഭാഗ്യം എന്റെ ക്രീം ബഫിന് മാത്രം ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അവ ആശ്വാസപ്പെടുന്നു. എന്നിട്ട് ലാൻസും മാഷിലും അതിനകത്തോട്ട് കയറുകയാണ്. അപ്പൊ ലാൻസ് പറയുന്നുണ്ട്, എന്റെ കൂടുതലൊന്നും ഒരിടത്തും പോരുതെന്ന് പറയാണ്. പക്ഷെ പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും മാഷല് വേറെ എവിടെയോ എത്തുകയാണ്. അയ്യോ ഞാൻ കാണാതെ പോയല്ലോ എന്ന് പറയാണ്. കൃത്യമായിട്ട് മറ്റൊരു മാഷലിന്റെ അടുത്തെത്തി. എനിക്ക് എങ്ങനെയും മറ്റേ മഷ്റൂം തലയാണ് തോപ്പിക്കണം പറഞ്ഞ് പോകുമ്പോഴാണ് അവൻ മാഷലിനെ കാണുന്നത്. പെട്ടെന്ന് ബാരറ്റ്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? മാഷിൽ ആ സമയത്തിന് അവന്റെ മുഖത്തോക്കി ഒരെണ്ണം പൊട്ടിക്കുകയാണ്. അപ്പൊ മാഷില്, നീ കാരണം എന്റെ 20% ഓഫ് പവറാണ് വേസ്റ്റ് ആയത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പെൺകുട്ടി അലറുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. നീ കാരണം അടി ഞാൻ എത്ര ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കൻ ഒരു പെൺകുട്ടി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാരറ്റ് ഇവിടെ വന്നിട്ട് അവന്റെ ഫയർ എക്സ്പ്ലോഷൻ പവർ ഉപയോഗിച്ചിട്ട് അവനെ തോപ്പിക്കുകയാണ്. അവിടെ പെണ്ണുങ്ങളെ രക്ഷിക്കേണ്ട എപ്പോഴും ഒരു മെയിൻ ക്യാരക്ടർ ആയിരിക്കണം എന്ന് പറഞ്ഞ അവിടെ മാസ് കാണിക്കുമ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത്, അയ്യോ താങ്ക് യു എന്ന് പറയും. അപ്പൊ തന്നെ അവിടെ അലിഞ്ഞു പോകും. ശേഷം അവർ മൂന്നുപേരും ഒരു ബെഞ്ചിൽ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ മറ്റേ പെൺകുട്ടി ബാരന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ബാരറ്റ് മനസ്സ് വിചാരിക്കുകയാണ്, അപ്പൊ ഇങ്ങനെയായിരിക്കും ലവേഴ്സ് എന്ന്. അപ്പോഴാണെങ്കിൽ അവൾ ബാരന്റെ അടുത്ത് പറയും, താങ്ക് യു, എന്നെ രക്ഷിച്ചതിനെ വീണ്ടും വീണ്ടും നന്ദി എന്ന് പറയുകയാണ്. പക്ഷെ ബാരനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ മുഖത്ത് അവൻ കൈകൊണ്ട് അടിക്കുകയാണ്. അപ്പൊ അവള് മനസ്സിലല്ല, അവള് പറയാണ്, നീ അവൻ ഇത്ര പൊട്ടനാണോ എന്ന്. അപ്പൊ അവൻ കേൾക്കുകയാണ്, അത് എന്ത് നീ എന്തെങ്കിലും പറഞ്ഞു നോക്കിയപ്പോൾ ഇല്ലെന്ന് പറയാണ് അവള്. അല്ല ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണെന്ന് അവള് പറയും. അതും കൂടെ കേട്ടതും അവന്റെ തല താഴെ അടിച്ചോണ്ടിരിക്കുകയാണ്. അവള് മനസ്സിൽ പറയാണ്, എന്റെ ചാമിങ് ഫ്ലോട്ടിങ് സ്കില്ലില്ലാതെ തന്നെ ഇവനെ കൺട്രോൾ ചെയ്യാം. അടുത്ത് ഇവൻ എന്ന് പറഞ്ഞിട്ട് മാഷലിന്റെ അടുത്ത് പോവുകയാണ്. അപ്പൊ അവള് മാഷലിന്റെ അടുത്ത് പോയിട്ട് അവളെ ഫ്ലോട്ടിങ് സ്കില്ല് അവിടെ എടുക്കും. പക്ഷെ മാഷൽ അതിലൊന്നും വീഴുന്നില്ല. അവള് പഠിച്ച പണി 18 നോക്കും, പക്ഷെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവ വീണില്ലെങ്കിൽ എന്ത്, ഇവന്റെ ഫ്രണ്ടെങ്കിലും വീണില്ലേ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ബാരറ്റ് വെച്ച് ചോദിക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്ന്. അപ്പോഴാണെങ്കിൽ അവളുടെ പ്രശ്നം ബാരറ്റിന്റെ അടുത്ത് പറയാണ്, സെൽവൻ എന്ന് പറഞ്ഞ ഒരുത്തമുണ്ട്, അവൻ എന്നെ ഭയങ്കര ടോർച്ചറിങ് ആണ്, എന്നെ കൊണ്ട് കുറെ ജോലി ചെയ്യിപ്പിക്കും, അവൻ ഭയങ്കര ശല്യമാണെന്ന് പറയാണ് അവൾ. അപ്പൊ ബാരറ്റ് പറയാണ്, നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, അവന്റെ മുഖം ഞാൻ അടിച്ച് പൊട്ടിക്കുമെന്ന് പറയാണ്. ആ സെക്കൻഡിൽ തന്നെ അവൻ അവിടെ എത്തുകയാണ്. അവന്റെ പേര് സെൽവൻ എന്നാണ്. അപ്പൊ സെൽവൻ പറയാണ്, എന്റെ മുഖം നീ പൊട്ടിക്കുന്ന ജോ, നീയാണല്ലേ സെൽവൻ, നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ലെന്ന് പറയാണ് ബാരറ്റ്. അപ്പോഴാണെങ്കിൽ സെൽവൻ പറയും, നിന്നെ പോലത്തെ കുറെ എണ്ണം വേറെ ഏതോ ലോകത്തിലാണ്, എന്റെ പോലത്തെ കുറെ എണ്ണം വന്നിട്ട് നിന്നെയൊക്കെ ഈ ലോകത്തോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞ് അവനെ ചൊറിയാണ് അവിടെ നിന്നിട്ട്. അപ്പോഴാണെങ്കിൽ ബാരറ്റിന്റെ എക്സ്പ്ലോഷൻ മാജിക് യൂസ് ചെയ്യാണ്. ആ ഏരിയ മൊത്തം അവന്റെ എക്സ്പ്ലോഷൻ മാജിക് കൊണ്ട് നിറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന ലാൻസിനെയാണ് കാണിക്കുന്നത്. ലാൻസിനെ കാലിൽ മറ്റേ രണ്ടുപേരും പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോവല്ലേ പോലെ എന്നെ വിട്ട് പോവല്ലേ. അപ്പൊ ലാൻസിനെ മനസ്സ് വിചാരിക്കുകയാണ്, ഒരു മാഷിപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന പഴയ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്ന സ്ഥലം. ഇപ്പൊ മനസ്സിലായോടാ ഞാൻ ആരാണെന്ന് എന്ന് ബാരറ്റ് പറയും. അപ്പോഴാണ് സെൽവനെ കാണിക്കുന്നത്. സെൽവന് ചെറിയ ബോറിൽ പോലും പറ്റിയിട്ടില്ല. എന്നിട്ട് സെൽവന്റെ മാജിക് യൂസ് ചെയ്യാണ്. അതിൽ ബാരറ്റ് വരെ വീണ് പോവാണ്. ബാരറ്റിന്റെ ദേഹത്തോടെ അവന്റെ ക്രിസ്റ്റൽസ് കയറി ഇറങ്ങിയാണ്. അതിലൊരു ക്രിസ്റ്റൽ തട്ടിയിട്ട് മാഷലിനെ കയറുന്ന ക്രീം പഫ് താഴെ വീഴുകയാണ്. ഒരു കൊച്ചു കുട്ടി ഇതിന് സിമ്പിളായിട്ട് തോപ്പിക്കാൻ പറ്റുമല്ലോടാന്ന് സെൽവൻ ബാരറ്റ് അടുത്ത് പറയുകയാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും അടുത്ത എപ്പിസോഡ് വേറെ ലെവലായിരിക്കും, കാരണം മാഷലിലെ ക്രീം പഫ് താഴെ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാഷിൽ എന്തായാലും ചുമ്മാ ഇരിക്കാൻ പോകുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. 1 മിനിറ്റ്. നിങ്ങൾക്ക് അനിമി ന്യൂസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ചെക്കൗട്ട് ചെയ്യുന്നതാണ്.